ഹലോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം കുറച്ച് നേരത്തെങ്കിലും എനിക്കായിട്ട് മാറ്റിവെച്ചതിന്. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ? നിങ്ങളെല്ലാവരും ഡെയിലി ഇങ്ങനെ പറയുന്ന ആൾക്കാരാണോ? എനിക്ക് അനുഗ്രഹം തീരെയില്ല, എന്തൊക്കെ ചെയ്തിട്ടും ഭഗവാൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഒരു ഫലവും ലഭിക്കുന്നില്ല, എൻ്റെ ജീവിതം മാത്രം എങ്ങനെ, എന്നോട് മാത്രം എന്താണ് ഇങ്ങനെയെല്ലാം പരാതി പറയുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ ഞാനതിനൊരു സൊല്യൂഷൻ, ഒരു പ്രതിവിധി പറഞ്ഞു തരട്ടെ. ഒരു ചെറിയ കഥ പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു നാട്ടിൽ ഒരു സമ്പന്നനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം മാസം മാസം എല്ലാവർക്കും ദാനം ചെയ്യും. അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഇങ്ങനെ ദാനം ചെയ്യാൻ. അപ്പോൾ ചിലർ പറയും, നോക്കൂ എന്ത് നല്ല വ്യക്തിയാണെങ്കിലും അദ്ദേഹം തരുന്ന ഭക്ഷണങ്ങളായാലും വസ്ത്രങ്ങളായാലും എല്ലാം അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ തരാതിരുന്നെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു പോയേനെ. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോഴായാലും അവർ ഈ സന്തോഷം അവർ നേരിട്ട് അറിയിക്കും. ഒരു നന്ദി, അദ്ദേഹത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. ഒരുപാട് നന്ദി പറയും. നിങ്ങളിപ്പോൾ തന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം കഷ്ടത്തിലായേനെ, ഒരുപാട് നന്ദിയുണ്ട്, എത്ര നല്ല വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് അവർ പറയാറുണ്ട്. വേറെ ചിലർ പറയുന്നു, അവർ പറയും, നോക്കൂ എത്ര സമ്പന്നനാണ് ഇദ്ദേഹം, എന്നിട്ട് തരുന്നത് കണ്ടില്ലേ, കുറച്ച് തുണി, കുറച്ച് പൈസ, ഇത്രയും ഉണ്ടായിട്ട് ഈ കുറച്ച് തരാണ്ട് ഒരുപാട് തന്നൂടെ, ഒരുപാട് തന്നാണെങ്കിൽ ഇതിനേക്കാൾ സുഖകരമായിട്ട് നമുക്ക് ജീവിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ ഇവർ പറയും, എപ്പോഴും പരാതി പറയും, ഇതുപോരാ, ഇനിയും വേണം എന്ന് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളെന്നെ പറയും, അടുത്ത മാസം വരുമ്പോൾ അദ്ദേഹം ആർക്കായിരിക്കും മനസ്സിൽ സന്തോഷത്തോടെ വീണ്ടും ഒരുപാട് നൽകുന്നത് ആർക്കായിരിക്കും? നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം പറഞ്ഞ നന്ദി അർപ്പിച്ച, എന്ത് കൊടുത്താലും അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അതിന് നന്ദി അർപ്പിക്കുന്ന ആദ്യത്തെ ആൾക്കാർക്കായിരിക്കും അദ്ദേഹം വീണ്ടും കൊടുക്കുക. ഇത് തന്നെയാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ ഒരുപാട് ബ്ലെസ്സിങ്സ് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് ആരും കണ്ടിട്ടില്ല, കാണുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല. ഇത്ര ഒരുപാട് ബ്ലെസ്സിങ്സ് ഒന്നും കാണാതെ നമുക്കൊന്നും തരുന്നില്ല. ഭഗവാൻ എന്നോട് മാത്രം എന്തിങ്ങനെ അങ്ങനെ പരാതി പറഞ്ഞ ബ്ലെസ്സിങ്സ് ഏതൊക്കെയായിരിക്കും? ഒരുപാടുണ്ട്. അതാദ്യം നമുക്ക് അത്രയൊന്നും കിട്ടില്ലായിരിക്കും. ചിലപ്പോൾ 5 ആയിരിക്കും. പിന്നെ അന്വേഷിക്കുമ്പോൾ ഒരു 10 കിട്ടും. പിന്നെ അന്വേഷിക്കുമ്പോൾ ഒരു 15. അങ്ങനെ ഓരോ ദിവസം കൂടുന്നതും ഒരുപാട് ബ്ലെസ്സിങ്സ് ആവും. ആ ബ്ലെസ്സിങ്സ് എല്ലാത്തിനോടും ഭഗവാനോട് നന്ദി പറയുക. ഈ തന്ന എല്ലാത്തിനോടും നമ്മൾ ആദ്യം നന്ദി പറയാൻ പഠിക്കണം ഭഗവാനോട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ബ്ലെസ്സിങ്സ്? അതാദ്യം പറയണ്ടേ? ശരിയാണ്. ബ്ലെസ്സിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഈ മനോഹരമായ ഭൂമി നമുക്ക് കാണാമല്ലേ? അതെ, നമുക്ക് 2 കണ്ണുകളുണ്ട്. ആ കണ്ണ് തന്നതിന്, കാഴ്ച തന്നതിന് ഭഗവാനോട് നന്ദി പറയാണ്. ഇത്രയും എനിക്ക് എൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാം എനിക്ക് ശബ്ദത്തിലൂടെ പുറത്തു പറയാം. ആ ശബ്ദത്തിന് ഭഗവാനോട് നന്ദി. എനിക്ക് ഈ മനോഹരമായ എല്ലാ ശബ്ദങ്ങളും കേൾക്കാനാവും. ആ കേൾവിക്ക് ഭഗവാനോട് നന്ദി. ഞാൻ നല്ല ആരോഗ്യവാനാണ്, ഞാൻ നല്ല ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത്, അതിന് ഭഗവാനോട് നന്ദി. എനിക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഒരു മഴ വന്നാലോ അല്ലെങ്കിൽ നല്ല വെയിലാണെങ്കിലോ എനിക്ക് കയറി കിടക്കാനൊരു വീടുണ്ട്, എനിക്ക് മാറാൻ വസ്ത്രമുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി ബ്ലെസ്സിങ്സ് നമുക്ക് ഭഗവാൻ തരുന്നുണ്ട്. ഇതിനോടെല്ലാം ആദ്യം നന്ദി പറഞ്ഞ് നമുക്ക് ശീലിക്കാം. ഡെയിലി ഉറങ്ങിയിടിച്ചതും കിടക്കുന്നതിന് മുമ്പ് ഒരു 10 ബ്ലെസ്സിങ്, ഇതുപോലുള്ളൊരു 10 ബ്ലെസ്സിങ്സ് ഒന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതാം. അങ്ങനെ ശീലിച്ചൊന്ന് നോക്കിയേ. ഒരു 21 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എന്നും ഇതുപോലെ ബ്ലെസ്സിങ്സ് പറയുന്ന വ്യക്തിക്ക് ഭഗവാൻ വീണ്ടും ബ്ലെസ്സിങ്സിനുള്ള ഓരോ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ആകും. നേരെ മറിച്ച് എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരു വ്യക്തിക്ക് വീണ്ടും പരാതി പറയാനുള്ള കാരണങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്നും ഭഗവാനോട് ബ്ലെസ്സിങ് ഉള്ളവരായിരിക്കാൻ ആദ്യം നമ്മൾ ശീലിക്കുക. ബാക്കിയുള്ളതെല്ലാം താനേ വന്നോളും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസായിട്ട് ഇനി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. താങ്ക് യു.